CSS എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് അവതരിപ്പിക്കുന്നത് HTMLന്റെ കൂടെ ഉപയോഗിക്കുന്ന ടെക്നോളജി CSS. ചില ഉദാഹരണങ്ങളിലൂടെ CSSനെ പരിചയപ്പെടുത്തുക എന്നുള്ളതാണ് ഈ വീഡിയോയുടെ ഒരു ലക്ഷ്യം. ആദ്യമായി നിങ്ങളുടെ മുമ്പിൽ ഒരു വെബ് പേജ് പ്രസൻറ്റ് ചെയ്യുകയാണ്. കമ്പ്യൂട്ടറിനെ കുറിച്ച് 2 പാരഗ്രാഫുള്ള ഒരു വെബ് പേജ്. നിങ്ങൾക്ക് ലെഫ്റ്റ് സൈഡിൽ അതിൻ്റെ കോഡും കാണാം, റൈറ്റ് സൈഡിൽ അതിൻ്റെ ഔട്ട്പുട്ടും കാണാം. ഇവിടെയാണ് അതിൻ്റെ ഔട്ട്പുട്ട് ഉള്ളത്. ഇതിനകത്താണ് ഔട്ട്പുട്ട്, ഇപ്പുറത്താണ് കാണുന്നത്. ഇത് അതിൻ്റെ കോഡാണ്. ഈ CSS പഠിക്കണമെന്നുണ്ടെങ്കിൽ ബേസിക്കലി അത്യാവശ്യം ടാഗുകളെ കുറിച്ചൊരു അറിവ് നമുക്കുണ്ടായിരിക്കണം. ആ അറിവ് ഉണ്ട് എന്നുള്ള ഒരു കൺസെപ്റ്റിലാണ് ഈ വീഡിയോ മുന്നോട്ട് പോകുന്നത്. അതിനെപ്പറ്റി ധാരണ ഇല്ലാത്തവർ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വീഡിയോസ് ആദ്യം ഗ്രൂപ്പിൽ നിന്ന് കാണണം. ഇവിടെ ഒരു ഹെഡിങ് കൊടുത്തിട്ടുണ്ട്, H1 കമ്പ്യൂട്ടർ. ആ ഹെഡിങ്ങാണ് ഇവിടെ വലിയ ഒരു ഹെഡിങ് ആയിട്ട് പ്രസൻറ്റ് ചെയ്തിട്ടുള്ളത്. ഇനി 2 പാരഗ്രാഫ് ഉണ്ടല്ലോ. ഫസ്റ്റ് പാരഗ്രാഫാണ് ഇപ്പോൾ ഞാൻ സെലക്ട് ചെയ്തിട്ടുള്ളത്. അതാണ് ഇവിടെ അടുത്ത പാരഗ്രാഫായിട്ട് ഡിസ്പ്ലേ ചെയ്യുന്നത്. അതിനുശേഷം രണ്ടാമതൊരു പാരഗ്രാഫ് ഇവിടെ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. അതാണ് ഇവിടെ അടുത്ത സെക്കൻഡ് പാരഗ്രാഫായിട്ട് ചെയ്യുന്നത്. ഇതിനകത്ത് CSSന് എന്താണ് റോള് നമുക്ക് നോക്കാം. ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞാൽ, ഈ കമ്പ്യൂട്ടർ എന്ന് പറയുന്ന ഈ ഹെഡിങ് നമുക്ക് ഒരു റെഡ് കളറിലാക്കണം. അതിനുള്ള ടാഗുകളൊക്കെ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ടാവും. അതായത് ഫോണ്ട് കളർ ഈസ് ഈക്വൽ ടു റെഡ്. അതേപോലെ തന്നെ ഈ കമ്പ്യൂട്ടർ എന്നുള്ള കണ്ടൻറ്റ് കഴിഞ്ഞതിന് ശേഷം /ഫോണ്ട് എന്ന് കൊടുത്താൽ അത് ആ കളറ് ശരിയാവും, റെഡ് കളറിൽ വരും. ഓക്കെ, നമുക്കത് വരുന്നതെന്ന് നോക്കാം. /ഫോണ്ട് ഇവിടെ തന്നെ വന്നു പോയതുകൊണ്ടാണ്, ഓട്ടോമാറ്റിക് ടൈപ്പിംഗ് ഉള്ളതുകൊണ്ട്. ഓക്കെ, ഇത് റെഡ് കളറിൽ വന്നു. അപ്പോൾ ഇത് വലിയ പ്രശ്നമൊന്നുമില്ല. ഇനിയിപ്പോൾ ഇതുപോലത്തെ ഒരു കുറേ ഹെഡിങ്സ് ഉണ്ട് വിചാരിക്കും. ഇതിപ്പോൾ ചെറിയ വെബ് പേജാണ്, വലിയൊരു വെബ് പേജാണ്. അതിനകത്ത് കുറേ ഹെഡിങ്സ് ഉണ്ട്. അങ്ങനെ വരുമ്പോൾ നമ്മൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ സ്ഥലങ്ങളിലും പോയിട്ട് ഇതേപോലെ ഫോണ്ട് കളർ ഈക്വൽ ടു റെഡ് എന്ന് കൊടുക്കണം. എന്നാലേ നമുക്കത് ചേഞ്ച് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഇവിടെ തന്നെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 2 പാരഗ്രാഫ് ഉണ്ട്. ആ 2 പാരഗ്രാഫിൽ നമുക്ക് ഇതേപോലെ കളർ അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ പോയിട്ട് ഓരോന്നിൻ്റെ കൂടെ പോയിട്ട് നമ്മൾ ആ ടാഗിന് കൂടെ ഫോർമാറ്റിംഗ് ടാഗ് അപ്ലൈ ചെയ്യണം. അപ്പോൾ ഇവിടെ മാത്രമല്ല ബുദ്ധിമുട്ട്. ഇനി നമുക്ക് എന്തെങ്കിലും ഒരു ചേഞ്ച് വരുത്തണമെന്നുണ്ടെങ്കിൽ എവിടെയൊക്കെയാണ് ഈ ഫോണ്ട് ടാഗ് ഉപയോഗിക്കുന്നതെന്ന് തിരഞ്ഞ് കണ്ടുപിടിച്ച് ആ സ്ഥലത്ത് പോയിട്ട് വേണ്ടി ഒരു മാറ്റാൻ. ഇപ്പോൾ റെഡ് മാറ്റിയിട്ട് നമുക്ക് ബ്ലൂ ആക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇത് വളരെ എളുപ്പമാണ്. കാരണം ഒരു സ്ഥലത്തേ ഉള്ളൂ. ഒരുപാട് സ്ഥലത്തുണ്ടെന്നുണ്ടെങ്കിൽ അത്രയും സ്ഥലത്ത് നമ്മൾ പോയി അത് ചേഞ്ച് ചെയ്താൽ മാത്രമേ കളർ മാറുള്ളൂ. ഇത്തരം ഫോർമാറ്റിങ് എളുപ്പത്തിൽ ചെയ്യാനുള്ള ഒരു ടെക്നിക്കാണ് CSS. അപ്പോൾ പറഞ്ഞ ഇതേ കാര്യം നമുക്ക് CSSലൂടെ എങ്ങനെ ചെയ്യാൻ നോക്കാം. ഈ കളർ റെഡ് ആക്കുന്ന കാര്യം നമുക്ക് CSSലൂടെ എങ്ങനെ ചെയ്യാം. CSSൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു സ്റ്റൈൽ റൂൾ ഡിഫൈൻ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഒരു സ്റ്റൈൽ റൂൾ. അപ്പോൾ അതിനുള്ള ഏറ്റവും എളുപ്പമുള്ള ഒരു മാർഗ്ഗം എന്ന് പറയുന്നത് ഹെഡ് സെക്ഷനിൽ സ്റ്റൈൽ എന്ന് പറയുന്ന ഒരു ടാഗ് നമുക്ക് യൂസ് ചെയ്യാം. സ്റ്റൈൽ ടാഗ് ഇവിടെ കണ്ടല്ലോ. സ്റ്റൈല് ഒരു കണ്ടെയ്നർ ടാഗാണ്, എൻഡിങ് ടാഗ് ഉണ്ട്. ഇതിനുള്ളിൽ ഏത് എലമെൻ്റാണോ നിങ്ങൾക്ക് ഫോർമാറ്റ് ചെയ്യേണ്ടത് ആ എലമെൻറ്റിൻ്റെ ടാഗിൻ്റെ പേര്. ഇവിടെ ടാഗിൻ്റെ പേര് കൊടുക്കുമ്പോൾ പിന്നെ ലെസ് ദാനും ഗ്രേറ്റർ ദാൻ ആംഗിൾ ബ്രാക്കറ്റ്സിൻ്റെ ആവശ്യമില്ല. വെറുതെ ടാഗിൻ്റെ പേര് മാത്രം കൊടുത്താൽ മതി. എന്നിട്ട് ഇവിടെ ഈ ഓപ്പണിംഗ് ബ്രേസും ക്ലോസിംഗ് ബ്രേസിൻ്റെ ഉള്ളിലാണ് നമ്മൾ ഈ ഫോർമാറ്റ് ഡിഫൈൻ ചെയ്യുക. ഇതിൻ്റെ ഉള്ളിൽ ഫോർമാറ്റ് സ്പെസിഫൈ ചെയ്യാനായിട്ട് നമുക്ക് ഒരു പ്രോപ്പർട്ടി ഉണ്ടാവും, അതിൻ്റെ വാല്യൂ ഉണ്ടാവും. അപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്ക് കളർ എന്ന് പറഞ്ഞ പ്രോപ്പർട്ടി ഉപയോഗിക്കാം. നമുക്ക് എന്ത് കളറാണ് വേണ്ടത് ആ കളറിൻ്റെ വാല്യൂ കൊടുക്കാം. അപ്പോൾ ഫോർ എക്സാമ്പിൾ കളർ : സയാൻ. അതിൽ ഈ കളർ എന്ന് പറഞ്ഞതാണ് പ്രോപ്പർട്ടി. അതുപോലെ തന്നെ ഈ സയാൻ എന്ന് പറഞ്ഞതാണ് അതിൻ്റെ വാല്യൂ. ഓക്കെ, അടുത്തത് പ്രോപ്പർട്ടിയാണ്. അത് കഴിഞ്ഞാൽ രണ്ടാമത് വരുന്നത് വാല്യൂ ആണ്. ഓക്കെ, പ്രോപ്പർട്ടി ആൻഡ് വാല്യൂ, അത് രണ്ടുകൂടെ നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത്, പ്രോപ്പർട്ടിയും വാല്യൂ. ഇനിയിപ്പോൾ ഇത് സേവ് ചെയ്താൽ എന്താ വ്യത്യാസം ഉണ്ടാവാൻ നോക്കാം. കണ്ടോ, കളർ മാറി. അപ്പോൾ ഇവിടെ നമ്മൾ H1 എന്ന് പറഞ്ഞ ടാഗ് ഉപയോഗിക്കുന്നവർക്ക് ഒന്നും ചെയ്തിട്ടില്ല, പക്ഷേ ആ കളർ മാറി. കളർ മാറാനുള്ള കാരണം ഈ ഒരു സ്റ്റൈൽ അപ്ലൈ ചെയ്തതാണ്. ഇനിയിപ്പോൾ നമുക്ക് പാരഗ്രാഫിന് ഒരു സ്റ്റൈൽ അപ്ലൈ ചെയ്ത് നോക്കാം. അപ്പോൾ എന്താ ചെയ്യേണ്ടത് ഒന്നാലോചിച്ച് നോക്കൂ. പാരഗ്രാഫ് എന്ന് പറഞ്ഞ ടാഗ് P ആണ്. അപ്പോൾ P എന്ന് പറഞ്ഞ ടാഗ് കൂടെ കൊടുക്കുക. ഒരു ഓപ്പണിംഗ് ബ്രേസ് ഇടുക, പിന്നെ ക്ലോസിംഗ് ബ്രേസും കൊടുക്കാം. അതിനുള്ളിൽ നമ്മൾ ഫോർമാറ്റ് ഡിഫൈൻ ചെയ്യാൻ പോവാണ്. നമ്മൾ കൊടുക്കാൻ പോകുന്ന ഫോർമാറ്റ് കളർ : റെഡ് സെമിക്കോളൻ. So what happened is the paragraph will be now presented in red color. കണ്ടല്ലോ, തൊട്ടപ്പുറത്ത് ഔട്ട്പുട്ട് അപ്പോൾ തന്നെ കാണുന്നുണ്ടല്ലോ. പാരഗ്രാഫിൻ്റെ കളർ റെഡ് കളറായിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ,
ഇനി ഇത് മാത്രമല്ല, വേറെയും ഒരുപാട് ഓപ്ഷൻസ് നമുക്ക് ഒരുപാട് തരത്തിലുള്ള, ഞാൻ ഈ പ്രോപ്പർട്ടി വാല്യൂ എന്നുള്ളത് കളിയാണ്, ഒരുപാട് തരത്തിലുള്ള ഇതുപോലുള്ള പ്രോപ്പർട്ടീസും അതുപോലെ തന്നെ അതിനുള്ള വാല്യൂസും നമുക്ക് കൊടുക്കാനുള്ള സ്കോപ്പുണ്ട്. പല തരത്തിലുള്ള പ്രോപ്പർട്ടി സ്കോപ്പുകളുണ്ട്. ഞാൻ അതൊന്ന് പരിചയപ്പെടുത്താം. നമുക്ക് ആദ്യം പരിചയപ്പെടുത്താൻ പോകുന്ന ചില ഫോണ്ട് പ്രോപ്പർട്ടീസാണ്. അതിൽപ്പെട്ട പ്രധാനപ്പെട്ട ഒന്നാണ് ഫോണ്ട് ഫാമിലി. നമുക്കിവിടെ ഒരു ഫോണ്ടിൻ്റെ പേര് കൊടുക്കാം. കോഡ്സിനുള്ളൊരു ഫോണ്ടിൻ്റെ പേര് കൊടുക്കാം. ഫോർ എക്സാമ്പിൾ ഏരിയൽ. അങ്ങനെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഡിസ്പ്ലേ ചെയ്യാൻ പോകുന്നത് ഏരിയൽ ഫോണ്ടിലാണ്. ഫോണ്ടിൽ ചെറിയ വ്യത്യാസം വന്നല്ലോ, നേരത്തെ ഉള്ള ഫോണ്ടിലല്ല ഇപ്പോൾ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത്, ചെറിയൊരു വ്യത്യാസമുണ്ട്. അപ്പോൾ ഇങ്ങനെ മാത്രമല്ല, ഇപ്പോൾ ഏരിയൽ ഫോണ്ട് അവൈലബിൾ അല്ലെങ്കിൽ അടുത്തൊരു ഫോണ്ട് നമുക്ക് കൊടുക്കാം. നെക്സ്റ്റ് ഒരു ഫോണ്ട് നമുക്ക് ഇതിനകത്ത് വേറെ കൊടുക്കാം. ഓക്കെ, കോമിക് സാൻസ് MS. ഒരു ഫോണ്ട് അവൈലബിൾ അല്ലെങ്കിൽ മറ്റൊരു ഫോണ്ട് നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഫസ്റ്റ് ഫോണ്ട് ലഭ്യമല്ല എന്നുണ്ടെങ്കിൽ സിസ്റ്റം വിൽ ടേക്ക് ദ സെക്കൻഡ് ഫോണ്ട്. ആ രൂപത്തിൽ. ഓക്കെ, ഒന്നാമത്തെ ഫോണ്ട് അവൈലബിൾ അല്ലെങ്കിൽ രണ്ടാമത്തെ ഫോണ്ട് എടുക്കും. അപ്പോൾ ആ രൂപത്തിലൊക്കെ നമുക്കിവിടെ ചെയ്യാനുള്ള സ്കോപ്പുണ്ട്. ഒന്നിൽ കൂടുതൽ ഫോണ്ടുകളുടെ പേരൊക്കെ കൊടുക്കാം. അപ്പോൾ ഫോണ്ട് നെയിമാണ് ഒന്ന്. പിന്നെന്നുള്ളത് ഫോണ്ട് സ്റ്റൈലാണ്. ഫോണ്ട് സ്റ്റൈൽ എന്ന് പറയുമ്പം സാധാരണ ഡിഫോൾട്ട് ആയിട്ടുള്ള ഫോണ്ട് സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ നോർമലാണ്. നിങ്ങളത് ഇറ്റാലിക് എന്ന് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ദ എൻറ്റയർ കണ്ടന്റ് വിൽ ബി പ്രസൻറ്റഡ് ഇൻ ഇറ്റാലിക്. കണ്ടല്ലോ, ഒരു ചെറിയ ഒരു ഇറ്റാലിക് ഒരു ചെരിവ് അതിന് വന്നു കഴിഞ്ഞു. ഇനി അതേപോലെ തന്നെ മറ്റൊന്നുള്ളത് ഫോണ്ട് വെയ്റ്റാണ്. ഫോണ്ട് വെയ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ കൊടുക്കുന്നത് ബോൾഡ് അല്ലെങ്കിൽ നോർമലാണ്. അതിൽ ബോൾഡ് എന്ന് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കണ്ടന്റ് വിൽ ബി പ്രസൻറ്റഡ് ഇൻ ബോൾഡ് ഇഫക്റ്റ്. അത് ബോൾഡായിട്ട് മാറിയിട്ടുണ്ട്. ഇനി അതേപോലെ തന്നെ മറ്റൊന്നുള്ളത് ഫോണ്ട് സൈസാണ്. ഇതൊക്കെ ഫോണ്ടിൻ്റെ പ്രോപ്പർട്ടീസാണ്. ഇത്ര പിക്സൽ എന്നാണ് നമ്മുടെ സൈസ് പറയാം. ഫോർ എക്സാമ്പിൾ 16px നമ്മൾ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ സേവ് ചെയ്യുമ്പോൾ നമുക്ക് ഡിഫറൻസ് കാണാൻ പറ്റും. ഞാൻ ഒന്നും കൂടി സൈസ് കൂട്ടാം. ഫോണ്ട് സൈസ് 20px. കണ്ടോ, ലെറ്ററിൻ്റെ സൈസ് ഒന്ന് കൂടി. 16px ആയിരിക്കണം ഡിഫോൾട്ടായിട്ട് ഉണ്ടാവുക. അതുകൊണ്ടാണ് ഈ ബ്രൗസറിൽ, അതുകൊണ്ടാണ് നേരത്തെ ഒരു ചേഞ്ച് നമുക്ക് ഫീൽ ചെയ്യാതിരുന്നത്. ഓക്കെ, അപ്പോൾ ഫോണ്ടിൽ നമുക്ക് നമ്മുടെ സിലബസിൽ ഇപ്പം ഹ്യൂമാനിറ്റീസ് എന്ന് പറഞ്ഞ കോമ്പിനേഷനിൽ കുട്ടികളെ ഉദ്ദേശിച്ച് ഉണ്ടാക്കിയിട്ടുള്ള വീഡിയോ ആണ്. ആ സിലബസിനകത്ത് പറയുന്ന ഫോണ്ടിലുള്ള പ്രോപ്പർട്ടീസാണ് ഞാൻ ഇവിടെ പറഞ്ഞത്. ഫോണ്ട് പ്രോപ്പർട്ടീസ്, ഫോണ്ട് ഫാമിലി, ഫോണ്ട് സ്റ്റൈല്, അതുപോലെ ഫോണ്ട് വെയ്റ്റ്, പിന്നെ ഫോണ്ട് സൈസ്. കളർ അതിൽ പെട്ടതല്ല. കളർ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്നൊരു പ്രോപ്പർട്ടിയാണ്. അതേപോലെ തന്നെ നമുക്ക് വേണമെങ്കിൽ ഒരു ബാക്ക്ഗ്രൗണ്ട് കളർ കൊടുക്കാൻ പറ്റും. ബാക്ക്ഗ്രൗണ്ട് കളർ ഇപ്പം ഞാൻ ചൂസ് ചെയ്യുന്ന കളറുകളുടെ ഭംഗിയൊന്നും ഉണ്ടാവില്ല. നിങ്ങൾക്ക് നല്ല കോമ്പിനേഷൻസൊക്കെ ചിന്തിക്കാൻ പറ്റുമെങ്കിൽ വളരെ നല്ല ഭംഗിയുള്ള വെബ് പേജിൽ ഉണ്ടാക്കാൻ പറ്റും. ഞാനിപ്പോൾ ഒരു ബാക്ക്ഗ്രൗണ്ട് കളർ കൊടുക്കുകയാണ് ഈ ഒരു വെബ് പേജിനല്ല, ആ പാരഗ്രാഫുകൾ കേട്ടോ. കണ്ടോ, അതൊക്കെ ഒരു വലിയൊരു വ്യത്യാസമാണ്. ഈ CSSനുള്ളൊരു വലിയൊരു അഡ്വാൻറ്റേജാണ്. നമ്മളത് BG കളർ എന്ന് പറഞ്ഞ പ്രോപ്പർട്ടി പഠിച്ചിട്ടുണ്ട് നേരത്തെ, ബോഡി ടാഗിൽ ഉപയോഗിക്കാൻ പറ്റും. അത് എൻറ്റയർ കണ്ടന്റിനാണ് ബാക്ക്ഗ്രൗണ്ട് കളർ വരിക, എൻറ്റയർ വെബ് പേജിനാണ്. ഇതങ്ങനെ അല്ല, നമ്മൾ തിരഞ്ഞെടുക്കുന്ന ഒരു എലമെൻറ്റിന് മാത്രമായിട്ട് ഒരു ബാക്ക്ഗ്രൗണ്ട് കളർ നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കും. അതേപോലെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന മറ്റൊന്നാണ് മാർജിൻ. ഒരു മാർജിൻ കൊടുക്കാം. നമുക്ക് ഒരു 20px മാർജിൻ കൊടുക്കാം. കണ്ടോ, ഒരു ചെറിയൊരു മാർജിൻ ലെഫ്റ്റിൽ നിന്നും റൈറ്റിൽ നിന്നും ഒരു മാർജിൻ പ്ലേസ് ചെയ്തുകൊണ്ട് ഈ കണ്ടന്റിനെ പിന്നെ അറേഞ്ച് ചെയ്യും. ഇപ്പോൾ അതിനകത്ത് ഉപയോഗിച്ചിട്ടുള്ള ഈ മൂന്നെണ്ണം കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന പ്രോപ്പർട്ടീസാണ്. ഒരു എല്ലാ എലമെൻറ്റിൻ്റെ കൂടെയും നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന കോമൺ പ്രോപ്പർട്ടീസാണ്. ഇതിന് നമ്മൾ ഫോണ്ട് പ്രോപ്പർട്ടീസ് എന്നറിയപ്പെടും. അപ്പോൾ പരീക്ഷയ്ക്ക് ഫോണ്ട് പ്രോപ്പർട്ടീസ് ചോദിക്കുകയാണെങ്കിൽ ഇതിൽ നിന്നാണ് എഴുതേണ്ടത്. ഇനി അതേപോലെ തന്നെ ടെക്സ്റ്റ് പ്രോപ്പർട്ടീസ് ഉണ്ട്. ഒരു ടെക്സ്റ്റ് അലൈൻ ചെയ്യുന്നത്, അണ്ടർലൈൻ ചെയ്യുന്നത്, അതുപോലെ തന്നെ ഇൻഡൻറ്റേഷന്, അതിൻ്റെ ഹൈറ്റ്, ഇതൊക്കെ കൺട്രോൾ ചെയ്യാൻ ഉപയോഗിക്കുന്ന പ്രോപ്പർട്ടീസാണ് ടെക്സ്റ്റ് പ്രോപ്പർട്ടീസ്. അപ്പോൾ അതിൽപ്പെട്ട ഒരു പ്രോപ്പർട്ടിയാണ് ടെക്സ്റ്റ് അലൈൻ എന്നുള്ളത്. ഇപ്പോൾ ഞാൻ ജസ്റ്റിഫൈ എന്ന് കൊടുക്കുകയാണെങ്കിൽ, ഇപ്പോൾ ഡിഫോൾട്ടായിട്ടുള്ളത് ലെഫ്റ്റ് ആണ് ഇതിനകത്തുള്ളത്. കണ്ടോ, ഓരോ പാരഗ്രാഫും ലെഫ്റ്റ് സൈഡിലേക്ക് അലൈൻ ചെയ്ത് വരികയാണ്. ജസ്റ്റിഫൈ എന്ന് പറയുമ്പോൾ ഇവിടെ ഓരോ വേർഡ്, ഇപ്പോൾ ഇവിടെ ഡിവൈസ് ഉള്ളത്, ഇത് ഇവിടെ റൈറ്റ് മാർജിൽ അവസാനിച്ച പോലെ എല്ലാ ലൈനുകളും കൃത്യമായിട്ട് റൈറ്റ് മാർജിൽ അവസാനിക്കുന്ന വിധത്തിലാണ് വരിക. കണ്ടോ, ജസ്റ്റിഫൈ എന്ന് പറയുന്ന അലൈൻമെൻറ്റ്. ഇപ്പോൾ ജസ്റ്റിഫൈ ഉണ്ട്, അതേപോലെ റൈറ്റ് ഉണ്ട്, അതുപോലെ സെൻറ്റർ ഉണ്ട്. നമുക്ക് എന്ത് അലൈൻമെൻറ്റാണ് വേണ്ടിച്ചാൽ അത് നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും. ഇത് റൈറ്റ് അലൈൻമെൻറ്റാണ്. ഓക്കെ, ലെഫ്റ്റ് റൈറ്റ് അലൈൻമെൻറ്റിൽ അത്ര ഭംഗി ഉണ്ടാവില്ല പാരഗ്രാഫിന്. നമുക്ക് ജസ്റ്റിഫൈ തന്നെ കൊടുക്കാതെ കുറച്ചും കൂടി അട്രാക്റ്റീവ് ആയിട്ടുള്ള അലൈൻമെൻറ്റ്. പിന്നെ ടെക്സ്റ്റ് ഡെക്കറേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാധാരണ നമുക്ക് പല സ്ഥലങ്ങളിലും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പ്രോപ്പർട്ടിയാണ്. ടെക്സ്റ്റ് ഡെക്കറേഷനിൽ നൺ ഉണ്ട്, അണ്ടർലൈൻ ഉണ്ട്, ഓവർലൈൻ ഉണ്ട്, ലൈൻ ത്രൂ ഉണ്ട്. ഓക്കെ, ഇപ്പോൾ ലൈൻ ത്രൂ ആണെങ്കിൽ എന്താ സംഭവിക്കുക നമുക്ക് നോക്കാം. ലൈൻ ത്രൂ എന്നുള്ള പ്രോപ്പർട്ടി എടുക്കുമ്പോൾ എന്താ സംഭവിച്ചു, വ്യത്യാസങ്ങൾ നോക്കാം. കണ്ടോ, നമ്മുടെ HTML സ്ട്രൈക്ക് എന്ന് പറയുന്ന പ്രോപ്പർട്ടി ഉപയോഗിക്കുമ്പോൾ ഉണ്ടാകുന്ന അതേ ഇഫക്റ്റാണ്, എഴുതി വെട്ടിയ ഇഫക്റ്റാണ്. ഓക്കെ,
ഇനി ഞാൻ അടുത്ത പ്രോപ്പർട്ടി ഇവിടെ കാണിക്കാൻ പോകുന്ന ലൈൻ ത്രൂവിന് പകരം ഞാനിവിടെ ഓവർലൈൻ എന്ന് പറയുന്ന പ്രോപ്പർട്ടി കൊടുക്കുകയാണ്. ഓവർലൈൻ എന്ത് സംഭവിക്കുന്നത് നോക്കാം. മുകൾ ഭാഗത്തൊരു വരയാണ്, അടിഭാഗത്ത് നിന്ന് വിചാരിക്കരുത്. കണ്ടോ, ഏറ്റവും താഴത്തെ വരിയുടെ അടിഭാഗത്ത് ലൈൻസ് വന്നിട്ടില്ല. അത് അണ്ടർലൈൻ അല്ല, ഓവർലൈൻ അല്ല. ഏറ്റവും ഫസ്റ്റ് വരിൻ്റെ മുകളിൽ ഇത് വരുന്നുണ്ട്. അപ്പോൾ അണ്ടർലൈനോട് കാണുമ്പോൾ മനസ്സിലാവും. ഇനി ഓവർലൈൻ പോലെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന മറ്റൊരു പ്രോപ്പർട്ടിയാണ് അണ്ടർലൈൻ. ഓക്കെ, അണ്ടർലൈൻ ഇത് കണ്ടോ, ഇവിടെ താഴത്താണ് ഇപ്പോൾ വര വന്നിട്ടുള്ളത്. അപ്പോൾ അത് നോർമലിൽ കൊടുക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ ഇഫക്റ്റ് ഒന്നും ഉണ്ടാവില്ല, സാധാരണ പോലെ വരും. നോർമൽ അല്ല, നണ്ണെന്നാണ് കൊടുക്കേണ്ടത്. ഇവിടെ നോർമൽ വരുന്നത് ഈ ഫോണ്ട് വെയ്റ്റിനും ഒക്കെയാണ് നോർമൽ വരുന്നത്. ഓക്കെ, ഇത് നണ്ണെന്നാണ് കൊടുക്കേണ്ടത്. ഇനി അടുത്തത് ടെക്സ്റ്റ് ഇൻഡൻ്റ് ആണ്. എന്താണ് ടെക്സ്റ്റ് ഇൻഡൻ്റ് നോക്കാം. ടെക്സ്റ്റ് ഇൻഡൻ്റ് :20px. ടെക്സ്റ്റ് ഇൻഡൻ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യത്തെ വരി എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം, അതാണ് ടെക്സ്റ്റ് ഇൻഡൻ്റ് ഉദ്ദേശിക്കുന്നത്. കണ്ടോ, ഞാൻ 20px കൊടുത്തുകൊണ്ടാണ് ഇറ്റ് റൈറ്റിലേക്ക് മാറി വന്നത്. ഓക്കെ, ഇത് പിന്നെ 0 ആണ് ഡിഫോൾട്ട്. ഇനി അതുപോലെ നെഗറ്റീവ് കൊടുക്കാൻ പറ്റും നമുക്കിപ്പോൾ. ഞാൻ ഒരു 90 മുമ്പ് ഞാനിതൊരു 40 ആക്കണം, കുറച്ചും കൂടി ഒരു ഇൻഡൻറ്റേഷൻ കൂട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഫസ്റ്റ് ലൈൻ കണ്ടോ, ഓരോ പാരഗ്രാഫിൻ്റെ ആദ്യത്തെ വരി ഇത്തിരി റൈറ്റിലേക്ക് മാറിയിട്ട് വന്നു. അത് തിരിച്ചു ആക്കാം, അതായത് കുറച്ച് ലെഫ്റ്റിലേക്ക് മാറിയിട്ടും ബാക്കിയുള്ളത് ഇവിടെ തുടങ്ങുന്ന മുതലാക്കാം. അപ്പോൾ ഞാനത് -40 ആക്കുമ്പോൾ എന്താണ് വ്യത്യാസം ഉണ്ടാകുന്നത് നമ്മൾ ശ്രദ്ധിക്കുക. കണ്ടോ, -40 ആക്കുമ്പോൾ എന്ത് സംഭവിച്ചെന്നുണ്ടെങ്കിൽ ഇത് ലെഫ്റ്റിലേക്ക് വന്നു. ഓക്കെ, ഇവിടെ മാർജിൻ്റെ പ്രശ്നങ്ങളാണത് അത്രയും പുറകോട്ട് പോയത്. ഇവിടെ മാർജിൻ 20യും ഇത് -40 ആകുമ്പോൾ അതിന് പുറത്തേക്ക് വിസിബിലിറ്റി ഏരിയൻ്റെ പുറത്തേക്ക് പോയതുകൊണ്ടാണ് അത് ഫുള്ളായിട്ട് കാണാറുള്ളത്. ഇപ്പോൾ കണ്ടല്ലേ. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള ഓപ്ഷൻസൊക്കെ നമുക്ക് ഇതിനകത്ത് അവൈലബിൾ ആണ്. ഓക്കെ, ടെക്സ്റ്റ് ഇൻഡൻ്റ്, അതുപോലെ പിന്നെ അത് ഫസ്റ്റ് ലൈനിനെ ഫോർമാറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ്. ഒരെണ്ണം കൂടി പരിചയപ്പെടുത്താം. ടെക്സ്റ്റ് ഹൈറ്റ് ഒരു ലൈനിൻ്റെ ഹൈറ്റാണ്. അപ്പോൾ ഇപ്പോൾ ലൈനിൻ്റെ ഹൈറ്റ് സിംഗിൾ ലൈനാണ്. അപ്പോൾ നമുക്കത് 1.5 കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ 1.5 ഹൈറ്റിലാണ് പാരഗ്രാഫിലെ കണ്ടൻറ്റുകൾ ജനറേറ്റ് ചെയ്യുക. 1.5 അല്ലെങ്കിൽ 2 ഒക്കെ നമുക്ക് കൊടുക്കാം. 2 ടെക്സ്റ്റ് ഹൈറ്റ് അല്ല, ലൈൻ ഹൈറ്റ് ആണ് കേട്ടോ. ലൈൻ ഹൈറ്റ്, ടെക്സ്റ്റ് ഹൈറ്റ് അല്ല, ലൈൻ ഹൈറ്റ്. ഓക്കെ, 2 ലൈനിൻ്റെ ഹൈറ്റ് വന്നു. അത് കുറച്ച് കൂടുതൽ തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് 1.5 കൊടുക്കാം. അപ്പോൾ കുറച്ചുകൂടി കുറഞ്ഞിട്ടുള്ളൊരു സൈസിങ്ങിൽ ഇത് കിട്ടും. അപ്പോൾ ഇങ്ങനെയുള്ള പല രൂപത്തിലുള്ള ഫോർമാറ്റിംഗ്, ഇതൊന്നും സാധാരണ ബേസിക് HTML ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളല്ല. ഈ രൂപത്തിലുള്ള ഫോർമാറ്റിംഗ് ഒക്കെ ചില കാര്യങ്ങൾ, ഇപ്പോൾ കളർ മാറ്റുക, സൈസ് മാറ്റുക എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ മറ്റ് പല കാര്യങ്ങളും നമുക്കൊരിക്കലും HTML ഫോർമാറ്റിംഗ് ടാഗ് ഉപയോഗിച്ച് ചെയ്യാൻ കഴിയുന്നതല്ല. അപ്പോൾ അതിനപ്പുറം കുറേ ഗുണങ്ങളുള്ള ഒരു ടാഗാണ്, ഒരു സിസ്റ്റമാണ് CSS അഥവാ കാസ്കേഡിങ് സ്റ്റൈൽ ഷീറ്റ്. കഴിഞ്ഞാൽ അവിടെ നിന്ന് ജസ്റ്റ് ഒന്ന് അറിയാൻ വേണ്ടി ടൈപ്പ് ചെയ്യുകയാണ്, ഇത് എറേസ് ചെയ്യും. CSS അഥവാ കാസ്കേഡിങ് സ്റ്റൈൽ ഷീറ്റ്. കാസ്കേഡിങ് സ്റ്റൈൽ ഷീറ്റ് എന്നുള്ളതിൻ്റെ ഷോർട്ടാണ് CSS. ഓക്കെ, ഈ CSSനെയാണ് നമ്മൾ ഈ ചാപ്റ്ററിനകത്ത് ഈ വീഡിയോക്കകത്ത് ഇപ്പോൾ പരിചയപ്പെടുന്നത്. അപ്പോൾ നമ്മൾ ഒരുപാട് പ്രോപ്പർട്ടീസും കാര്യങ്ങളൊക്കെ കണ്ടു. ഇനി ഇത് ഉപയോഗിക്കുന്ന വിവിധ മാർഗ്ഗങ്ങളാണ് പറയാൻ പോകുന്നത്. നെക്സ്റ്റ് ആയിട്ട് എങ്ങനെയൊക്കെ നമുക്ക് ഈ CSSനെ ഒരു HTML ഡോക്യുമെൻറ്റിൽ ഉപയോഗപ്പെടുത്താം. ഒന്നാമത്തെ രീതി തന്നെ സ്റ്റൈൽ എന്ന് പറഞ്ഞ ടാഗ് കൊടുത്തിട്ട് നമുക്ക് അതിൻ്റെ ഉള്ളിൽ CSSനെ ഉൾപ്പെടുത്താനായിട്ട് പറ്റും. സ്റ്റൈൽ ടാഗ് കൊടുത്ത് അതിൻ്റെ ഉള്ളിൽ നമുക്ക് CSSനെ ഉൾപ്പെടുത്താൻ പറ്റും. അതാണ് ഒരു മാർഗം. ഓക്കെ, ഇതിനെ സാധാരണ ഇൻറ്റേർണൽ സ്റ്റൈൽ എന്നാണ് പറയുക. ഇൻറ്റേർണൽ സ്റ്റൈൽ ഷീറ്റ് എന്ന് പറയും. ഇനി രണ്ടാമത്തെ എന്താ വെച്ചാൽ നമുക്ക് ഈ പറഞ്ഞ സ്റ്റൈലുകളുണ്ടല്ലോ, ഈ പറഞ്ഞ സ്റ്റൈലുകൾ കംപ്ലീറ്റ് വേറൊരു ഫയലായിട്ട് സേവ് ചെയ്യാം. ഞാൻ ഇവിടെ നിന്ന് എടുത്തു, എന്നിട്ട് അതിനെ കംപ്ലീറ്റ് വേറൊരു ഫയലായിട്ട് ഞാൻ സേവ് ചെയ്യാൻ പോകണം. ഒരു സെപ്പറേറ്റ് ഫയൽ ക്രിയേറ്റ് ചെയ്യണം. ഇവിടെ ഇതാ നിങ്ങൾ ഇപ്പോൾ ഉപയോഗിച്ച സ്റ്റൈൽസൊക്കെ അതിനുണ്ട്. അതിന് ഞാൻ തൽക്കാലം ഒരു സ്റ്റൈലിനൊരു പേര് കൊടുക്കുകയാണ്. സ്റ്റൈൽ ഡോട്ട് CSS അതിനൊരു പേര് ഞാൻ കൊടുത്തു. ആ ഫയലിന് പേര് കൊടുത്തു. CSSൻ്റെ എല്ലാ ഫോർമാറ്റും കൂടി നമുക്കൊരു ഫയലായിട്ട് സേവ് ചെയ്യാം. ഇതിലേക്ക് ലിങ്ക് ചെയ്യണം. നമ്മളുടെ ഈ ഒരു ബേസിക് ഡോക്യുമെൻറ്റിൽ ഇപ്പോൾ സ്റ്റൈലൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇപ്പോൾ എല്ലാം പോകും. നമ്മൾ ചെയ്തതൊക്കെ പോയി പഴയ രൂപത്തിൽ തന്നെ ആയി. അപ്പോൾ നമുക്ക് ഞാൻ സ്റ്റൈലിനൂടെ കൊണ്ടുവരണം. ആ സ്റ്റൈലിനൂടെ കൊണ്ടുവരാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ടാഗാണ് ലിങ്ക് ടാഗ്. ഓക്കെ, ലിങ്ക് ടാഗ് ഉപയോഗിച്ച് നമുക്കിവിടെ കൊണ്ടുവരാൻ പറ്റും. അതിൻ്റെ ആട്രിബ്യൂട്ട് ഒന്ന് റെൽ ഈസ് ഈക്വൽ ടു സ്റ്റൈൽ ഷീറ്റ്. ദെൻ രണ്ടാമത്തെ ആട്രിബ്യൂട്ട് ടൈപ്പ് ഈസ് ഈക്വൽ ടു ടെക്സ്റ്റ് ബാർ CSS. ദെൻ മൂന്നാമത്തെ ആട്രിബ്യൂട്ട് href ഈസ് ഈക്വൽ ടു നെയിം ഓഫ് ദ ഫയൽ. അപ്പോൾ നമ്മുടെ ഫയലിൻ്റെ പേര് style.css എന്നാണ്. ഇങ്ങനെ ചെയ്താൽ ആ ഒരു
സ്റ്റൈൽ ഷീറ്റുമായിട്ട് നമ്മുടെ ഡോക്യുമെൻറ്റിനെ നമ്മൾ ബന്ധിപ്പിച്ച് കഴിഞ്ഞു. ഇപ്പോൾ കണ്ടോ ആ സ്റ്റൈലുകളൊക്കെ അപ്ലൈ ചെയ്യും. ഇതിനകത്ത് കണ്ടൻറ്റ് ഫോർമാറ്റിങ്ങുകളൊന്നും കാണില്ല. ഫോർമാറ്റിങ്ങിൽ കംപ്ലീറ്റ് വേറൊരു സെപ്പറേറ്റ് ഒരു ഫയലിലാണുള്ളത്. ആ ഫയലിനെ വിളിക്കുന്ന പേരാണ് എക്സ്റ്റേണൽ സ്റ്റൈൽ ഷീറ്റ്. ഇനി നമുക്ക് ഈ സ്റ്റൈൽ ഷീറ്റിൽ ഇപ്പോൾ നമ്മൾ എക്സ്റ്റേണൽ സ്റ്റൈൽ ഷീറ്റ് ഉപയോഗിക്കുന്നത് കണ്ടു, ആ സ്റ്റൈൽ ഇവിടെ ഫുള്ളായിട്ട് അപ്ലൈ ചെയ്തത് കണ്ടു. ഇനി ഈ സ്റ്റൈൽ ഷീറ്റിൽ ഞാനൊരു ചേഞ്ച് വരുത്തണം. ഒറിജിനൽ ഡോക്യുമെൻ്റ് ഒരു മാറ്റമില്ല, നമുക്ക് ഒരു സ്റ്റൈലിലൊരു മാറ്റം വരുത്തണമെങ്കിൽ സ്റ്റൈൽ ഷീറ്റിൽ മാറ്റം വരുത്തിയാൽ മതി. ഫോർ എക്സാമ്പിൾ H1 എന്ന് പറയുന്ന സ്റ്റൈലിന് ഞാൻ ബ്ലൂ എന്ന് പറയുന്ന ഒരു കളർ കൊടുക്കണം. അതേപോലെ തന്നെ അതിൻ്റെ ടെക്സ്റ്റ് ഡെക്കറേഷൻ നമുക്ക് ഒന്ന് ഒരു അണ്ടർലൈൻ കൊടുത്ത് നോക്കാം. ടെക്സ്റ്റ് ഡെക്കറേഷൻ ഒരു അണ്ടർലൈൻ നമുക്ക് സെറ്റ് ചെയ്യാം. ഓക്കെ, എന്നിട്ടിവിടെ ജസ്റ്റ് ഒന്ന് സേവ് ചെയ്താൽ എന്ത് വ്യത്യാസമാണ് ഡോക്യുമെൻ്റ് ഉണ്ടാവുക നമുക്ക് നോക്കാം. കണ്ടോ, ഇതിനൊരു അണ്ടർലൈൻ വന്നു കഴിഞ്ഞു. അതേപോലെ തന്നെ അതിൻ്റെ കളറ് ബ്ലൂ ആയി. അപ്പോൾ നമുക്ക് ഡോക്യുമെൻറ്റിൽ മാറ്റം വരുത്തണ്ട, ഈ സ്റ്റൈൽ ഷീറ്റിൽ മാത്രം മാറ്റം വരുത്തിയാൽ മതി. അതാണ് രണ്ടാമത്തെ ഈ ഒരു മെത്തേഡിൻ്റെ അഡ്വാൻറ്റേജ് ഉള്ളത്. ഓക്കെ, ഇനി നമുക്ക് മൂന്നാമത്തെ രീതി നോക്കാം. ഇൻലൈൻ സ്റ്റൈൽ, അതായത് ഒരു ടാഗ് ഡിഫൈൻ ചെയ്യുന്ന സ്ഥലത്ത് നമുക്കൊരു സ്റ്റൈൽ കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാനിവിടെ ഒരു പാരഗ്രാഫ് തുടങ്ങുകയാണ്. ഓക്കെ, തൽക്കാലം ഞാനതിന് വെറുതെ 3rd പാരഗ്രാഫ് എന്ന് കൊടുക്കാം. ഈ പാരഗ്രാഫിന് മാത്രമായിട്ടൊരു പ്രത്യേകമായിട്ട് എന്തെങ്കിലും ഒരു സ്റ്റൈൽ അപ്ലൈ ചെയ്യണമെങ്കിൽ നമുക്കിവിടെ കൊടുക്കാം. സ്റ്റൈൽ എന്നിട്ട് ആട്രിബ്യൂട്ട് ഉപയോഗിക്കാം. ഈസ് ഈക്വൽ ടു കൊട്ടേഷനിൽ നമ്മൾ സ്റ്റൈലും അതിൻ്റെ വാല്യൂയും കൊടുക്കാം, പ്രോപ്പർട്ടിയും അതിൻ്റെ വാല്യൂ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ കളർ : ഗ്രീൻ. ഓക്കെ, കളർ : ഗ്രീൻ അങ്ങനെ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ഒരു പാരഗ്രാഫിന് ആ ഒരു സ്റ്റൈലാണ് വരിക. 3rd പാരഗ്രാഫ് കണ്ടോ. മറ്റുള്ളതൊക്കെ കോമൺ ആയിട്ടുള്ളത് അപ്ലിക്കബിൾ ആവും. ഇവിടെ വരുന്നത് ഓവർ റൈറ്റ് ചെയ്യുള്ളൂ കേട്ടോ. നേരത്തെ P എന്ന് പറഞ്ഞ ടാഗ് നമ്മൾ എന്തൊക്കെ കൊടുത്തിട്ടുണ്ടോ അതൊക്കെ ഇവിടെ അപ്ലിക്കബിൾ ആയിരിക്കും. പിന്നെ അത് ഓവർ റൈറ്റ് ചെയ്യുകയാണ് ചെയ്യുക. ഇനി നമുക്ക് അടുത്ത പഠിക്കാൻ പോകുന്നത്, ഇപ്പോൾ 2 പാരഗ്രാഫ് ഉണ്ട്. ആ 2 പാരഗ്രാഫിനും 2 തരത്തിലുള്ള ഒരു സ്റ്റൈൽ വരണമെന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ P എന്ന് പറഞ്ഞ ടാഗ് കൊടുക്കുമ്പോൾ എല്ലാ P ടാഗിനും എത്ര പാരഗ്രാഫ് ഉണ്ടെങ്കിലും അതിനൊക്കെ ഇതേ സ്റ്റൈലാണ് വരിക. ഇവിടെ ഇപ്പം കളർ ഗ്രീൻ ആവാനുള്ള കാരണം അതിനൊരു എക്സ്ട്രാ സ്റ്റൈൽ നമ്മൾ കൊടുത്തുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ നമുക്കിതിനെ ഓരോന്നിനും ഓരോരോ ടാഗ് അല്ലെങ്കിൽ ഇതിന് ഓരോരോ രൂപത്തിൽ കൊടുക്കണമെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്ക് ചെയ്യാവുന്നൊരു മാർഗ്ഗമാണ് ഈ P എന്ന് പറഞ്ഞ ടാഗിന് ഒരു ഫോർമാറ്റ് കൊടുക്കാതെ ഒന്നുകിൽ നമുക്ക് ഒരു ക്ലാസ് എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പാണ്, ഒരു ഗ്രൂപ്പാക്കി മാറ്റാം. അല്ലെങ്കിൽ നമുക്കൊരു യുണീക്കായിട്ടൊരു ID കൊടുക്കാം. 2 മാർഗ്ഗമുണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ ഈ ഒരു പാരഗ്രാഫിൽ കാണിക്കാം. ഇതിന് ഞാൻ ഇവിടുത്തെ ഈ ഇൻലൈൻ സ്റ്റൈൽ ഒഴിവാക്കണം. ഇത് ഒഴിവാക്കിയിട്ട് പകരം ID ഈസ് ഈക്വൽ ടു ഞാനൊരു ID കൊടുക്കണം, 3rd എന്നിട്ടൊരു ID കൊടുക്കണം. ഇനി ഈ 3rd പാരഗ്രാഫിന് മാത്രമായിട്ട് എനിക്ക് വേണമെങ്കിൽ വേറൊരു സ്റ്റൈൽ അപ്ലൈ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഞാനിവിടെ ഒപ്പം വേറൊരു കാര്യം കൂടി ചെയ്യേണ്ടത്, ഇവിടെ ഒരു ക്ലാസ് കൊടുക്കണം. ക്ലാസ് എന്ന് പറയുമ്പോൾ ഒരു ഗ്രൂപ്പാണ്. ഓക്കെ, ക്ലാസ് ഫസ്റ്റ് 2 എന്ന് ഞാനൊരു പേര് കൊടുക്കണം. ക്ലാസ് ഫസ്റ്റ് 2. ഓക്കെ, ആദ്യത്തെ 2 പാരഗ്രാഫിന് ഞാനൊരു ഗ്രൂപ്പ് ചെയ്യണം. അപ്പോൾ ആ ഗ്രൂപ്പിന് മൊത്തത്തിൽ എനിക്കൊരു ഫോർമാറ്റ് കൊടുക്കുക. അതാണ് അതിൻ്റെ അഡ്വാൻറ്റേജ്. അതാണ്. ഓക്കെ, ക്ലാസ് ഈക്വൽ ടു ഫസ്റ്റ് 2. ആദ്യത്തെ 2 പാരഗ്രാഫിന് ഞാൻ ക്ലാസ് എന്നുള്ള ആട്രിബ്യൂട്ട് സെറ്റ് ചെയ്തു. മൂന്നാമത്തെ പാരഗ്രാഫിന് ഒരു യുണീക്കായിട്ടൊരു ID കൊടുത്തു. ഇനി എങ്ങനെയാണ് ഈ ഫോർമാറ്റ് മാറ്റി അപ്ലൈ ചെയ്യാൻ നോക്കാം. ഇവിടെ P എന്ന് പറഞ്ഞ ടാഗിന് പകരം ഇനി എനിക്ക് ചെയ്യാൻ പറ്റുന്നത് ഈ ഒരു പാരഗ്രാഫ്, ഈ ഒരു സ്റ്റൈൽ ഉണ്ടല്ലോ, കളർ, ബാക്ക്ഗ്രൗണ്ട് കളർ, സയാനൊക്കെ ഉള്ള ഇത് നമുക്ക് വേണമെങ്കിൽ ആ 3rd പാരഗ്രാഫിന് അപ്ലൈ ചെയ്യിപ്പിക്കാൻ പറ്റും. 3rd പാരഗ്രാഫിന് നമ്മൾ ഉപയോഗിക്കുന്നത് ID ആണ്. ഒരു പ്രത്യേക ID-യിലാണ് അത് ചെയ്യുന്നത്. ഒരു ID-ക്ക് നമുക്ക് ഒരു ഫോർമാറ്റ് സെറ്റ് ചെയ്യണമെങ്കിൽ ഹാഷ് എന്ന് പറഞ്ഞിട്ട് ആ ID-യുടെ പേര് കൊടുക്കുക. നമ്മളിവിടെ കൊടുത്തത് എന്തായിരുന്നു ID കൊടുത്തത്? ID 3rd എന്നാണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ID ഈസ് ഈക്വൽ ടു 3rd. ഇപ്പോൾ കണ്ട ഈ ഫോർമാറ്റൊക്കെ പോയി, കാരണം നമ്മൾ ഇവിടെ ആ കോമൺ ആയിട്ടുള്ള ഇത് എടുത്ത് കളഞ്ഞിട്ടുണ്ട്. ഓക്കെ, 3rd എന്ന് ID കൊടുത്ത്, ഇപ്പോൾ ഇവിടെ 3rd എന്ന് ഞാൻ ഹാഷ് 3rd എന്ന് കൊടുക്കുകയാണ്. കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ വന്നിട്ട് ജസ്റ്റ് ഒന്ന് റിഫ്രഷ് ചെയ്താൽ കണ്ടോ, ആ 3rd പാരഗ്രാഫിന് ഈ പറയുന്ന ഒരു സ്റ്റൈൽ അപ്ലൈ ചെയ്തു. ഓക്കെ, ID ഈക്വൽ ടു 3rd എന്ന് പറയുമ്പോൾ 3rd പാരഗ്രാഫിന് നമ്മളിപ്പോൾ പറഞ്ഞൊരു സ്റ്റൈൽ അപ്ലൈ ചെയ്തു. മൂന്നാമത്തെ പാരഗ്രാഫ്. ഇനി ഈ 2 പാരഗ്രാഫിന് വേറെ ഡിഫറെൻ്റ് ആയിട്ടൊരു സ്റ്റൈൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ അതിന് വേറൊരു സ്റ്റൈൽ ഡിഫൈൻ ചെയ്യാം. ക്ലാസ്സിനാണ് സ്റ്റൈൽ കൊടുക്കുന്നതെങ്കിൽ ഡോട്ട് ആ ക്ലാസ്സിൻ്റെ നെയിം കൊടുക്കുക. ഫസ്റ്റ് 2 എന്നാണല്ലോ നമ്മൾ പേര് കൊടുത്തത്. ഫസ്റ്റ് 2 എന്നുള്ള പേര് കൊടുക്കുക. നമുക്കിവിടെ അതിനുള്ള പ്രോപ്പർട്ടീസ് പറയാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ കളർ : എന്ത് കൊടുക്കാം? കളർ ഓറഞ്ച്. ഓക്കെ, കളർ : ഓറഞ്ച്. ഫോണ്ട് വെയ്റ്റ് : ബോൾഡ്. അതേപോലെ നമുക്ക് ലൈൻ ഹൈറ്റ്
ഇവിടെ പ്രോപ്പർട്ടീസൊക്കെ മുകളിൽ വെച്ച് കണ്ടില്ല, 2 കൊടുത്തു, ലൈൻ ഹൈറ്റ് 2 കൊടുത്തു. അതുപോലെ പിന്നെ ഫോണ്ട് സൈസ് ഈക്വൽ ടു ഞാൻ 30 പിക്സൽ കൊടുക്കുകയാണ്. എന്നിട്ട് ഇത് ക്ലോസ് ചെയ്തു, ഇത് സേവ് ചെയ്തിട്ട് നമ്മളിവിടെ റിഫ്രഷ് ചെയ്യാം. കണ്ടോ, ആദ്യത്തെ 2 പാരഗ്രാഫ് വേറൊരു സ്റ്റൈലിലാണ്, മൂന്നാമത്തെ പാരഗ്രാഫ് മറ്റൊരു സ്റ്റൈലിലാണ്. അപ്പോൾ ഒരേ എലമെൻറ്റിന് P എന്ന് പറഞ്ഞ ടാഗിന് ഉപയോഗിച്ചാൽ എന്താ സംഭവിച്ചാൽ എല്ലാ പാരഗ്രാഫും ഒരേപോലെ ആയി പോകും. ഇവിടെ അപ്പോൾ അതിന് പകരം നമ്മളിപ്പോൾ ചെയ്തത് ക്ലാസ്സും ID ആയിട്ട് തിരിച്ചിട്ട്, ID ആകുമ്പോൾ ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു ടാഗിന് ഒരു ഇൻസ്റ്റൻസിന് മാത്രം നമുക്ക് ആ ഒരു സ്റ്റൈൽ അപ്ലൈ ചെയ്യാം. അതേസമയം പിന്നെ ഇതാണെന്നുണ്ടെങ്കിൽ ക്ലാസ് ആണെന്നുണ്ടെങ്കിൽ ഒരേ തരത്തിൽപ്പെട്ട കുറേ എണ്ണം ഉണ്ടാവാം. ഒരു പാരഗ്രാഫ്, ഒരു ഡോക്യുമെൻറ്റിൽ 10 പാരഗ്രാഫ് ഉണ്ടെങ്കിൽ 8 പാരഗ്രാഫിന് ഒരു കോമൺ സ്റ്റൈലും 2 ഡിഫറെൻ്റ് ആയിട്ട് വേറെ സ്റ്റൈലും വേണമെങ്കിൽ നമുക്ക് അപ്പോൾ ഉപയോഗിക്കേണ്ട സാധനമാണ് ക്ലാസ്സും ഐഡിയും. ആ 8 ഒരു ക്ലാസ് ആക്കുക, ഒരു ഗ്രൂപ്പ് ആക്കുക, പിന്നെ ബാക്കി 2 യുണീക്കായിട്ട് 2 ID കൊടുക്കുക. അങ്ങനെ നമുക്ക് ഫോർമാറ്റുകളെ അപ്ലൈ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ എന്തിനാണോ നമ്മൾ ഫോർമാറ്റ് അപ്ലൈ ചെയ്യേണ്ടത്, ഏത് പിന്നെ കണ്ടൻറ്റിനാണോ നമുക്ക് ഫോർമാറ്റ് അപ്ലൈ ചെയ്യേണ്ടത്, അതിന് നമ്മൾ പറയുന്ന പേരാണ് സെലക്ടർ. ഓക്കെ, സെലക്ടർ. ഏതിനാണോ നമുക്ക് ഈ ഒരു ഫോർമാറ്റ് അപ്ലൈ ചെയ്യേണ്ടത് അതിന് നമുക്ക് സെലക്ടർ എന്ന് പറയാം. സെലക്ടർ. ആ സെലക്ടറിൽ പ്രധാനപ്പെട്ട ഒന്നാണ് യൂണിവേഴ്സൽ സെലക്ടർ. യൂണിവേഴ്സൽ സെലക്ടർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഉപയോഗിക്കുക ഒരു സ്റ്റാറാണ്. അപ്പോൾ ആ സ്റ്റാർ കൊടുത്തിട്ടുണ്ടെങ്കിൽ എല്ലാ ഇതിനും, ഇപ്പോൾ നമുക്ക് ഒരു എൻറ്റയർ ഡോക്യുമെൻറ്റിന് ഒരു ബാക്ക്ഗ്രൗണ്ട് കളർ കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് യൂണിവേഴ്സൽ സെലക്ടർ ഉപയോഗിക്കാം. അപ്പോൾ ഇവിടെ തന്നെ ഈ സ്റ്റൈൽ CSSൽ നമ്മളിവിടെ വന്നിട്ട് പിന്നെ ഒരു സ്റ്റാർ ഇട്ടാൽ യൂണിവേഴ്സൽ സെലക്ടറാണ്. അതിനുള്ളിൽ നമ്മളൊരു ബാക്ക്ഗ്രൗണ്ട് കളർ കൊടുക്കുകയാണ്. ബാക്ക്ഗ്രൗണ്ട് കളർ കോളൻ യെല്ലോ സെമിക്കോളൻ. നമ്മളത് ക്ലോസ് ചെയ്തു, സ്റ്റൈല് ക്ലോസ് ചെയ്തു, ഇത് സേവ് ചെയ്തു. ഇത് നമുക്ക് നമ്മുടെ ഡോക്യുമെൻറ്റിൽ വരാം. ഒന്ന് റിഫ്രഷ് ചെയ്യണമെങ്കിൽ കണ്ടോ, എൻറ്റയർ ഡോക്യുമെൻ്റ് ഇപ്പോൾ എന്തായി, യെല്ലോ കളർ ബാക്ക്ഗ്രൗണ്ട് ആയി. ഇനി അതിനകത്ത് പിന്നെ ഈ ഒരു പർട്ടിക്കുലർ ഏരിയ മാത്രം വേറെ ഡിഫറെൻറ്റ് ബാക്ക്ഗ്രൗണ്ട് കളർ, കാരണം ആയിട്ട് നമ്മൾ വേറൊരു ബാക്ക്ഗ്രൗണ്ട് കളർ കൊടുത്തിട്ടുണ്ട് സയാനിൽ നമുക്ക്, അതുകൊണ്ട് അത് മാത്രം വേറൊരു പർട്ടിക്കുലർ ബാക്ക്ഗ്രൗണ്ട് കളറിൽ വരികയാണ് ചെയ്യുന്നത്. ഓക്കെ, അതിനെയാണ് യൂണിവേഴ്സൽ സെലക്ടർ എന്ന് നമ്മൾ പറയുന്നത്. യൂണിവേഴ്സൽ സെലക്ടർ രണ്ടാമത്തെ ഇതാണ്. യൂണിവേഴ്സൽ സെലക്ടർ കഴിഞ്ഞാൽ പിന്നെ സെക്കൻഡ് വൺ ആണ് ടൈപ്പ് സെലക്ടർ. രണ്ടാമത്തത് ടൈപ്പ് സെലക്ടറാണ്. ടൈപ്പ് സെലക്ടർ എന്ന് പറയുമ്പോൾ നമ്മൾ കൊടുക്കുന്ന ഒരു ടാഗാണ് ടൈപ്പ് സെലക്ടർ. ഇവിടെ നമ്മൾ കൊടുക്കുന്ന ഒരു ടാഗാണ്. ഒരു ടാഗിന് നമുക്കൊരു സ്റ്റൈൽ അപ്ലൈ ചെയ്യാം. അപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ ആദ്യം കൊടുത്ത H1, അതുപോലെ P, അതുപോലെ പിന്നെ LI, അതുപോലെ OL, UL, ഇങ്ങനെയൊക്കെയുള്ള ടാഗുകൾക്ക് നമുക്ക് പ്രത്യേകമായിട്ടൊരു ഫോർമാറ്റ് അപ്ലൈ ചെയ്യാൻ പറ്റും. അതിനാണ് ടൈപ്പ് സെലക്ടർ എന്ന് പറയുന്നത്. മൂന്നാമത്തത് ക്ലാസ് സെലക്ടറാണ്. ഞാനിപ്പോൾ അത് കാണിച്ചു തന്നു. ക്ലാസ് സെലക്ടർ എന്താണെന്നുള്ളത്, എ ഗ്രൂപ്പ് ഓഫ് ടാഗ്സ് ഇൻ വിച്ച് ക്ലാസ് ഈക്വൽ ടു ക്ലാസ് നെയിം ആട്രിബ്യൂട്ട് ഈസ് യൂസ്ഡ്. ഏതിനൊക്കെയാണ് നമ്മൾ ക്ലാസ് ഈസ് ഈക്വൽ ടു ക്ലാസിൻ്റെ പേര് കൊടുക്കുന്നത്, ക്ലാസ് ഈക്വൽ ടു ക്ലാസ് നെയിം ആട്രിബ്യൂട്ട് ഈസ് യൂസ്ഡ്, ആ ടാഗുകൾക്കായിരിക്കും ഇത് അപ്ലൈ ചെയ്യാം. നാലാമത്തത് പിന്നെ ക്ലാസ് സെലക്ടർ ആകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ക്ലാസ് സെലക്ടർ ആകുമ്പോൾ ഇറ്റ് മസ്റ്റ് ബിഗിൻ വിത്ത് ദ സെലക്ടർ നെയിം മസ്റ്റ് ബിഗിൻ വിത്ത് ഡോട്ട് വെച്ച് തുടങ്ങണം. ഓക്കെ, ഇനി നാലാമത്തെ സെലക്ടറാണ് ID സെലക്ടർ. ID സെലക്ടർ ആകുമ്പോൾ ഇതന്നെ സംഭവം, എ സിംഗിൾ ടാഗ് വിത്ത് ID എന്ന് പറഞ്ഞാൽ ശരിക്കും യുണീക്ക് ആവണം എന്നാണ്. സിംഗിൾ ടാഗ് വിത്ത് ID. ഒരു ടാഗിന് കൊടുക്കുന്നൊരു ID വേറെ ഒന്നിന് വരാൻ പാടില്ല. ID മസ്റ്റ് ബി യുണീക്ക്. ഓക്കെ, സോ ഇറ്റ് അപ്ലൈസ് ടു ഓൺലി വൺ സെലക്റ്റഡ് ടാഗ്. നമ്മൾ തിരഞ്ഞെടുത്ത ഒരു ടാഗിന് മാത്രമേ അത് അപ്ലൈ ചെയ്യുള്ളൂ. ഓക്കെ, സി ദ സെലക്ടർ മസ്റ്റ് ബിഗിൻ വിത്ത് ഹാഷ്. ദ സെലക്ടർ മസ്റ്റ് ബിഗിൻ വിത്ത് ഹാഷ് സിമ്പിളിൽ വേണം തുടങ്ങാൻ. ഓക്കെ, പിന്നെ നമ്മൾ തൊട്ട് മുമ്പ് വേറൊരു കാര്യം പരിചയപ്പെട്ടു, ഏതൊക്കെ രീതിയിലാണ് നമുക്ക് ഒരു HTML ഡോക്യുമെൻറ്റിൽ CSSനെ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്നതെന്ന് നമ്മൾ നേരത്തെ കണ്ടു കഴിഞ്ഞു. ഓക്കെ, സ്റ്റൈൽ റൂൾ നമ്മൾ കണ്ടു കഴിഞ്ഞു. അതുപോലെ തന്നെ ഈ സെലക്ടേഴ്സ് നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി നമുക്ക് പറയാനുള്ളത് ഇതിൻ്റെ അഡ്വാൻറ്റേജസ് ആണ്. എന്തൊക്കെയാണ് CSS ഉപയോഗിക്കുമ്പോഴുള്ള അഡ്വാൻറ്റേജസ്? നമുക്ക് അഡ്വാൻറ്റേജസൊക്കെ നോക്കാം. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, ഈ അഡ്വാൻറ്റേജിനെ ഞാൻ വെബ് പേജ് ആയിട്ട് ഉണ്ടാക്കിയിരിക്കുന്നതാണ്. ഇതാണ് അതിൻ്റെ അഡ്വാൻറ്റേജസ്. അത് പ്രസൻറ്റ് ചെയ്ത രീതി ശ്രദ്ധിച്ചോളൂ.
കണ്ടോ, ഇത് ഫുള്ളായിട്ട് സ്റ്റൈൽ ചെയ്തിരിക്കുകയാണ്. ഇവിടെ സ്റ്റൈൽ ടാഗ് ഉപയോഗിച്ചുകൊണ്ട് കറക്റ്റായിട്ട് സ്റ്റൈൽ ചെയ്തിരിക്കുകയാണ്. നമുക്കറിയാം സാധാരണ ഞാൻ ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത് അൺഓർഡർഡ് ലിസ്റ്റാണ്. അൺഓർഡർഡ് ലിസ്റ്റ് ഉപയോഗിക്കുമ്പോൾ ഒന്നുകിൽ ഇവിടെ ബുള്ളറ്റ് സിമ്പിളോ അല്ലെങ്കിൽ പിന്നെ സർക്കിളോ അല്ലെങ്കിൽ സ്ക്വയറൊക്കെയാണ് വരിക. അതിന് പകരം ഞാനിവിടെ കൊടുത്തിരിക്കുന്ന സിമ്പിൾ ഒരു സ്റ്റാറാണ്. ഓക്കെ, ഇതിനകത്തുള്ളതൊരു നല്ല ഭംഗിയിലൊരു ലേഔട്ടൊക്കെ കൊടുത്ത് കള്ളി ഒക്കെ പോലെ ടേബിൾ പോലെ തോന്നിക്കുക. പക്ഷേ ആക്ച്വലി ഇത് ടേബിളല്ല, ടേബിൾ പോലെ തോന്നുന്ന രൂപത്തിൽ ബാക്ക്ഗ്രൗണ്ട് കളറെല്ലാം കൊടുത്തിട്ട് ലിസ്റ്റിനെ പ്രസൻറ്റ് ചെയ്ത് അത് ലിസ്റ്റ്. ഇപ്പോൾ എന്തൊക്കെയാണ് നമുക്കുള്ള അഡ്വാൻറ്റേജസ് നോക്കാം. ഒന്ന്, ഈസി ടു ചേഞ്ച് ലേഔട്ട്. ഇപ്പോൾ കണ്ടല്ലോ, നല്ലൊരു ലേഔട്ടിലാണ് നമ്മളിത് പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, റെഡ്യൂസ് സൈസ് ഓഫ് വെബ് പേജ്. വെബ് പേജിൻ്റെ സൈസ് കൊടുക്കും. അതെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ സ്റ്റൈല് സെപ്പറേറ്റും ഡോക്യുമെൻറ്റ് വേറെ ഉണ്ടാക്കുകയാണെങ്കിൽ വെബ് പേജിൻ്റെ സൈസ് ഓട്ടോമാറ്റിക്കലി കുറയും. റിഡക്ഷൻ ഇൻ ബാൻഡ് വിഡ്ത്ത്. ബാൻഡ് വിഡ്ത്ത് എന്ന് പറയുന്നുണ്ടെങ്കിൽ എന്താ ഉദ്ദേശിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിത് ഈ വെബ് പേജ് വ്യൂ ചെയ്യുന്ന ആൾക്കാർക്ക് അത് ഡൗൺലോഡ് ചെയ്യാനും അപ്ലോഡ് ചെയ്യാനൊക്കെ എടുക്കുന്ന എമൗണ്ട് ഓഫ് ഡാറ്റയാണ്. ഇവിടെ CSS എന്ന് പറഞ്ഞത് ഒരു വെബ്സൈറ്റിൽ 10 പേജ് ഉണ്ടെങ്കിൽ ആ 10 പേജിനുണ്ടെങ്കിൽ കോമൺ ആയിട്ട് ഒരു പേജ് ഈ സ്റ്റൈൽ പേജ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ആ പേജ് ഒരിക്കൽ ഡൗൺലോഡ് ചെയ്താൽ മതി. പിന്നെ ഓരോന്നിനും അത് വേറെ ഡൗൺലോഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ അത്രയും നമുക്ക് ബാൻഡ് വിഡ്ത്ത് കുറയ്ക്കാൻ പറ്റും. പിന്നെ കൺസിസ്റ്റൻസി ഇൻ വെബ് പേജ്. എല്ലാ വെബ് പേജുകളിലും ഒരു യുണീക്ക് ഫോർമാറ്റ് ഉണ്ടാവും. വ്യൂവിങ് ഓപ്ഷൻസ്. പല തരത്തിലുള്ള ഡിവൈസുകളിലേക്ക് ഒരു മൊബൈലിൽ കാണുകയാണെങ്കിൽ അതിനനുസരിച്ചിട്ട്, ഒരു പിന്നെ ബിഗ് സ്ക്രീനിൽ കാണുമെങ്കിൽ അതിനനുസരിച്ച് ഓട്ടോമാറ്റിക്കലി ഇത് ലേഔട്ടും മറ്റുമൊക്കെ ചേഞ്ച് ചെയ്യാനുള്ള അവസരങ്ങൾ ഇതിനകത്തുണ്ട്. സേവ്സ് ടൈം. നമുക്ക് വെബ് പേജ് ഡിസൈനിങ്ങിൽ ഒരുപാട് സമയം, വെബ് പേജ് ഡിസൈനിങ്ങിലും ലോഡിങ്ങിലും ഒക്കെ ഒരുപാട് സമയം നമുക്ക് ലാഭമുണ്ട്. ഇനി ഇതിൽ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുന്നത് കണ്ടോ, ഫസ്റ്റ് ലെറ്റർ. ഇതൊന്നും നമുക്ക് സാധാരണ വെറും HTML ചെയ്യാൻ പ്രയാസമാണ്. ഒന്നാമത്തെ ലെറ്റർ വേറൊരു കളറിലാണ്, വേറൊരു ഫോണ്ടിലാണ്. ഓക്കെ, അതൊക്കെ നമുക്ക് മാറ്റണമെങ്കിൽ സാധാരണ ഫോണ്ട് ടാഗ് ഉപയോഗിക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ സ്ഥലങ്ങളിലൊക്കെ അതാ ഈ ഓരോ LI ടാഗ് കഴിഞ്ഞിട്ട് ആദ്യത്തെ അക്ഷരം വരുന്നതിന് മുമ്പ് നമ്മൾ ഫോണ്ട് ടാഗ് ഉപയോഗിക്കണം. പക്ഷേ ഞാൻ അങ്ങനെ ഉപയോഗിച്ചിട്ടല്ല ചെയ്തിരിക്കുന്നത്. ഇതൊരു സ്റ്റൈൽ ടാഗ് ഉപയോഗിച്ചിട്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, നിങ്ങൾ പഠിക്കാത്തൊരു സംഭവമാണ്, എന്നാലും ഞാൻ ജസ്റ്റ് ഒരു ക്യൂരിയോസിറ്റിക്ക് വേണ്ടിയിട്ട് പറഞ്ഞു തന്നതാണ്. ഓക്കെ, ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കളർ വേണമെങ്കിൽ മാറ്റാം. ഇവിടെ കളർ ഇപ്പോൾ കൊടുത്തിരിക്കുന്നത് റെഡ് കളറാണ്. ഞാനിപ്പോൾ അത് ഗ്രീൻ കളർ ആക്കണം ഇവിടെ വിചാരിക്കുക. ആക്കി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അത് ഗ്രീൻ കളറിലേക്ക് മാറും. കണ്ടോ, ആദ്യത്തെ ലെറ്റർ കംപ്ലീറ്റ് ഗ്രീനിലേക്ക് മാറി. ഇതിന് നമ്മളിവിടെ ഫോണ്ട് ടാഗ് ഉപയോഗിക്കുകയാണെങ്കിൽ എത്ര സ്ഥലത്ത് മാറ്റണം? 1, 2, 3, 4, 5, 6 അഡ്വാൻറ്റേജ് ഉണ്ട്. 6 സ്ഥലങ്ങളിൽ നമ്മൾ ഈ ചേഞ്ച് വരുത്തണം. അതിന് പകരം നമ്മൾ ഒറ്റ സ്ഥലത്ത് വരുത്തിയാൽ മതി. അതാണ് ഇതിൻ്റെ ലേഔട്ടും അതുപോലെ തന്നെ ഫോർമാറ്റൊക്കെ ചേഞ്ച് ചെയ്ത് വളരെ ഈസിയാണ് CSS എന്ന് പറയുന്നത്. ഓക്കെ, ഇനി CSS ഉപയോഗിച്ചുകൊണ്ടും ഉപയോഗിക്കാതെയും ഡെവലപ്പ് ചെയ്ത 2 പേജുകൾ കാണിക്കാം. ഇത് ഒരു പേജ് CSS ഇല്ലാത്തൊരു പേജാണ്. ഒരു CSSനെ കുറിച്ചുള്ള ഒരു വെബ് പേജാണ്. അതെങ്ങനെ വരുന്നത് നമുക്ക് നോക്കാം. CSSനെ പറ്റിയിട്ടൊരു വെബ് പേജാണ്. കണ്ടോ, ഒരു വെബ് പേജ്, കുറേ പാരഗ്രാഫുകളുണ്ട്, കുറേ ഹെഡിങ്ങുകളുണ്ട്, സെലക്ടറും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിനെ പറ്റിയൊക്കെ പറയുന്നുണ്ട്. ഡിക്ലറേഷൻ ബ്ലോക്കിനെ കുറിച്ച് പറയുന്നുണ്ട്, ലെങ്ത്ത് അതിൻ്റെ യൂണിറ്റിനെ കുറിച്ച് പറയുന്നുണ്ട്, എങ്ങനെ ഉപയോഗിക്കേണ്ടതെന്ന് പറയുന്നുണ്ട്. ഇത് വേറെ ഒന്നുമല്ല, അത് വിക്കിപീഡിയയിൽ ഞാൻ എടുത്തിട്ടുള്ള കണ്ടൻറ്റാണ്. ഇത് ചില എക്സാമ്പിൾസ് ആണ് കേട്ടോ. കണ്ടോ, അത് പ്രത്യേകം നോട്ട് ചെയ്ത്. ഇതൊക്കെ ഇവിടെ വന്നത് സാധാരണ ഒരു പാരഗ്രാഫ് പോലെ, അതിന് പ്രത്യേകിച്ച് ഒരു ഐ ക്യാച്ചിങ് ഒന്നുമല്ല. ഇത് വേറെ എടുത്ത് കാണിക്കുന്നൊന്നുമില്ല. കണ്ടോ, അതൊന്നും സെപ്പറേറ്റ് എടുത്ത് കാണിക്കുന്നൊന്നുമില്ല, സാധാരണ ഒരു പാരഗ്രാഫ്. അതാണ് ഈ CSS ഉപയോഗിക്കാതെ ചെയ്യുമ്പോഴുള്ളൊരു പ്രത്യേകത. ഇനി അത് തന്നെ ഞാൻ CSS ഉപയോഗിച്ചുകൊണ്ടുള്ള വെബ് പേജുകളെ കാണിക്കാം. ഇതേ വെബ് പേജ് CSS ഉപയോഗിച്ചുകൊണ്ട്. ഓക്കെ, ഹെഡിങ്ങിന് ഇത് വന്നു, ആ ഫോണ്ടും കാര്യങ്ങളൊക്കെ ഒരു വ്യത്യാസം വന്നു. എൻ്റെ ഒരു സ്പേസിംഗ് ഒന്ന് കുറച്ചാൽ മതി. അതിനനുസരിച്ച് കണ്ടോ, സെക്കൻഡ് ഹെഡിങ് ഒക്കെ വന്നപ്പം സിൻഡേഴ്സ് അത് വേറൊരു പർട്ടിക്കുലർ കളറിൽ വന്നു, സെലക്ടറിന് വേറൊരു കളറിൽ വന്നു. ഇനി ഇത് കുറച്ച് താഴത്തേക്ക് ശ്രദ്ധിക്കുക. കുറച്ചൊരു താഴത്തേക്ക് നമ്മൾ നേരത്തെ പറഞ്ഞ കുറച്ച് എക്സാമ്പിൾസ് പറഞ്ഞല്ലോ, പെട്ടെന്ന് നോട്ട് ചെയ്യില്ല എന്ന് പറഞ്ഞ കുറച്ച് എക്സാമ്പിൾസ് ഉണ്ടല്ലോ, അതൊക്കെ ഇവിടെ എങ്ങനെയാണ് വന്നിരിക്കുന്നത് നമുക്ക് നോക്കാം. കുറച്ച് താഴത്തേക്ക് വന്ന് നോക്കാം. കണ്ടോ, ആ എക്സാമ്പിൾസൊക്കെ ഞാനൊന്ന് വലുതാക്കാം. ആ എക്സാമ്പിൾസൊക്കെ പെട്ടെന്നൊരു ഐ ക്യാച്ചിങ് ആവുന്ന രൂപത്തിൽ പെട്ടെന്ന് ഇങ്ങോട്ട് കിട്ടുന്ന വിധത്തിൽ വന്നിരിക്കുകയാണ്. കണ്ടില്ലേ, ഇതാണ് CSSൻ്റെ ആകത്തും. CSS എന്ന് പറഞ്ഞാൽ ഒരുപാട് പ്രോപ്പർട്ടീസ് ഉള്ള സംഭവമാണ്. അതിനകത്ത് വളരെ കുറഞ്ഞ പ്രോപ്പർട്ടീസ്, ഒരു 10-15ൻ്റെ ഉള്ളിലുള്ള പ്രോപ്പർട്ടീസ് നമ്മൾ പഠിച്ചിട്ടുള്ളൂ. നിങ്ങൾ പഠിച്ചതിനേക്കാളും കൂടുതൽ പ്രോപ്പർട്ടീസ് ഇനിയും പഠിക്കാൻ കിടക്കുകയാണ്. കൂടുതലായിട്ട് CSSനെ കുറിച്ച് മനസ്സിലാക്കണമെന്നുള്ളവർക്ക് w3schools.com എന്ന് പറയുന്ന വെബ്സൈറ്റ് സന്ദർശിക്കാം.